ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ശർക്കര മത്തൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നല്ല മൂപ്പുള്ളൊരു മത്തൻ എടുത്തിട്ട് ചെറുതാക്കി നുറുക്കി കുക്കറിലേക്ക് ഇടുക. ഒരു പിഞ്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഈ ഒരു മത്തൻ്റെ കുരു വറുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് 2 ടൈപ്പ് തേങ്ങയാണ്. ഒന്ന് അരച്ച തേങ്ങയും ഒന്ന് ഞവണ്ടി എടുക്കുന്ന തേങ്ങയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും നല്ല ജീരകവും ചെറിയുള്ളിയും കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഞവണ്ടിയ തേങ്ങയാണ്. കുറച്ച് തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് ഞവണ്ടുക. പിന്നെ നമ്മളെ മത്ത നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ആദ്യം ഞവണ്ടിയ തേങ്ങയും പിന്നെ അരച്ച തേങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പിന്നെ കുറച്ച് ശർക്കര, ഒരു 4 ആണി ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്, അതൊന്ന് ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര എടുക്കാം കേട്ടോ. മധുരം നല്ല വേണ്ടവർക്ക് ഒരു 6 ആണിയൊക്കെ എടുക്കാം. നമ്മളെ മത്തന് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് എടുക്കേണ്ടത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ ഈ ഒരു ശർക്കര മത്തയിലേക്ക് ഒഴിക്കുക. ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ബൈ.